ദൈവവിളി എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും വൈദിക സന്യസ്ത ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കോൾ ലഭിച്ചവർ എല്ലാം ഉപേക്ഷിച്ച് എന്തു വില കൊടുത്തു ആ കോളിനോട് യെസ് പറഞ്ഞ ധാരാളം അനുഭവങ്ങൾ ഇതിനോടകം നാം കണ്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇൻകം ടാക്സിൽ ജോലി ലഭിച്ചിട്ടും പിന്നീട് ഒരു എയ്ഡഡ് കോളേജ് അധ്യാപികയായി നിയമനം ലഭിച്ചിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് കോൺവെന്റിൽ ചേർന്ന പ്രൊഫസർ സിസ്റ്റർ ഗ്രേസി ജോസഫ് FCC ആണ് യെസ് ലോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത്. നോക്കിക്കേടാ, കർത്താവിന്റെ മണവാട്ടി പോകുന്നു. വെറുതെ മറത്തിപ്പോ ജീവിതം കളയണ്ടാട്ടാ. അല്ലേലും ഇവർക്ക് എന്ത് കുറവുണ്ടായിട്ടാ മർദ്ദിച്ചേർന്ന്. ദൈവവിളിയായിരിക്കും മോനെ. പിന്നെ ദൈവമൊന്നും വിളിക്കല്ലേ, വാ ഗ്രേസി നമുക്ക് ബടത്തിൽ പോകാം. കർത്താവ് ലാലേട്ടനല്ലേ. മതിയടാ, ഇത്രയും നല്ല നില നിൽക്കുമ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ഗ്രേസി ജോസഫ് FCC. ഇപ്പോൾ തൊടുപുഴയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള കരിമണ്ണൂർ കോൺവെന്റിനോടനുബന്ധിച്ചുള്ള കരുണാലയം ഹോസ്റ്റലിൽ സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ജനിച്ചത് തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ അകലമുള്ള കാളിയാർ ഗ്രാമത്തിലാണ്. എൻ്റെ വീട്ടുപേര് കുഞ്ചർക്കാട്ട്, അപ്പച്ചൻ്റെ പേര് ജോസഫ്, അമ്മച്ചിയുടെ പേര് അന്നക്കുട്ടി. എനിക്ക് ഇപ്പോൾ 2 സഹോദരങ്ങളുണ്ട്. അവർ രണ്ടുപേരും വിവാഹിതരാണ്. സിസ്റ്റർ ഒരു കോളേജ് അധ്യാപികയായും ഇൻകം ടാക്സ് ഓഫീസിലെ പെർമനന്റ് തസ്തികയിലെ ജീവനക്കാരിയായും ജോലി ചെയ്തതിന് ശേഷമാണ് സിസ്റ്റർ കോൺവെന്റിൽ ചേരുന്നത്. സിസ്റ്റർ ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു? ആദ്യം ഞാൻ ജോലി ചെയ്തത് നിർമ്മല കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയായിട്ടാണ്. അതൊരു ലീവ് വേക്കൻസിയിലേക്കായിരുന്നു എന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. ലീവ് വേക്കൻസി കഴിഞ്ഞപ്പോൾ ഞാൻ BEd പഠിക്കാനായിട്ട് എറണാകുളം സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് ഫോർ വിമൻ എന്ന സ്ഥാപനത്തിലേക്ക് പോയി. അത് അധ്യാപക ജോലിയോട് മമതയുള്ളത് കൊണ്ടായിരുന്നു അങ്ങോട്ട് പോയത്. BEd കഴിഞ്ഞ് വന്നതിന് ശേഷം പല ജോലികൾ കിട്ടി. എങ്കിലും ഞാൻ സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെ ഇൻകം ടാക്സ് ഓഫീസിലെ ജോലിയാണ് സ്വീകരിച്ചത്. ആ സമയത്ത് സിസ്റ്ററിന് എത്ര വയസ്സുണ്ടായിരുന്നു ഇൻകം ടാക്സ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത്? ആ സമയത്ത് 24 വയസ്സ് പൂർത്തിയായിരുന്നു. സിസ്റ്റർ ആ ഒരു സമയത്ത് സിസ്റ്റർ വീട്ടിലെ മുതിർന്ന വ്യക്തിയാണ്, വിവാഹപ്രായമായി, വളരെ മികച്ചൊരു കേന്ദ്ര സർക്കാരിലെ ജോലി സിസ്റ്ററിൻ്റെ കയ്യിലുണ്ട്, വളരെ മികച്ച മാരേജ് പ്രപ്പോസൽസിനുള്ള എല്ലാ സാധ്യതയും അന്ന് സിസ്റ്ററിനുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ സമയത്ത് വിവാഹത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നത്? വിവാഹത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രയോറിറ്റി പഠിക്കണം, ജോലി കിട്ടണം എന്നൊക്കെയുള്ളതായിരുന്നു. പിന്നെ ഇൻകം ടാക്സ് ഓഫീസിൽ ഏറെ നാൾ തുടരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു അധ്യാപക ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് വിചാരിച്ചത്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല കോളേജിൽ നിന്നും എന്നെ പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് നിയമിക്കാം എന്നും പറഞ്ഞ് കത്ത് വന്നു. അതനുസരിച്ച് വീണ്ടും ഞാൻ നിർമ്മല കോളേജിലോട്ട് പോയി. അവിടെ സ്ഥിരമായ വേക്കൻസിയിൽ ജോലി തുടർന്നു. വളരെ സന്തോഷപ്രദമായിട്ടായിരുന്നു ആദ്യ നാളുകൾ കഴിഞ്ഞത്. BEd കഴിഞ്ഞ് വന്നതുകൊണ്ട് അധ്യാപക വൃത്തിയുടെ ചില ടെക്നിക്കുകളൊക്കെ പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രീ ഡിഗ്രി ക്ലാസ്സുകളൊക്കെ വളരെ സുഗമമായിട്ട് എടുക്കാൻ സാധിച്ചു. ഡിഗ്രി ക്ലാസ്സുകളല്ലാതെ എടുക്കാൻ പറ്റി. പ്രീ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി കുട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചില പ്രത്യേകതകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഇത് ഷെയർ ചെയ്യുമ്പോൾ വീട്ടിലത്തെ ഒരു സിറ്റുവേഷനെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം നിർമ്മല കോളേജിൽ സിസ്റ്റർ ഒരു പെർമനന്റ് പോസ്റ്റിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. ശരിക്കും വിവാഹത്തെ സംബന്ധിച്ച് ഒത്തിരി പ്രഷർ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സിസ്റ്റർ അന്ന് വന്നിട്ടുണ്ടോ? അന്ന് ആ സമയത്ത് വിവാഹാലോചനകൾ എന്തെങ്കിലും വന്നിരുന്നോ? വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? ആ നാളുകളിൽ വിവാഹാലോചനകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ നോ പറഞ്ഞിരുന്നു. നോ പറഞ്ഞപ്പോൾ വീട്ടുകാരൊന്നും എതിർത്തൊന്നുമില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ മുറുകി. ശരിക്കും നിർബന്ധിച്ചു? ശരിക്കും എന്താണ് സമ്മതിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വന്നു ഞാൻ. സിസ്റ്റർ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. BEd പഠിക്കുന്നു, അതിനുശേഷം ഇൻകം ടാക്സ് ഓഫീസിൽ ജോലി ചെയ്യുന്നു, പിന്നീട് എയ്ഡഡ് കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അതിനിടയിലാണ് സിസ്റ്ററിന് കോൺവെൻറ്റിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത്. ആദ്യമായിട്ട് ആ ചിന്ത എപ്പോഴാണ് വന്നത്? ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ആഗ്രഹം സിസ്റ്റർ മനസ്സിലുണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. എന്നെ പഠിപ്പിച്ചത് ഞാൻ കത്തോലിക്ക വിദ്യാലയങ്ങളാണ് പഠിച്ചത്. അവിടെ മിടുക്കികളായ കന്യാസ്ത്രീമാരായ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ട് പോകുമ്പോൾ
ഞാൻ ഇതുപോലെയൊക്കെ ആകുമോ എന്നിങ്ങനെ ഓർത്തിട്ടുണ്ട്. പക്ഷേ തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കോളേജിലായിരുന്നെങ്കിലും കത്തോലിക്ക സ്ഥാപനമായിട്ടുള്ള കോളേജുകളിലാണ് പഠിച്ചത്. കത്തോലിക്ക സ്ഥാപനമല്ലാത്തത് പഠിച്ചത് ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം MPhil പഠിക്കാനായിട്ട് കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിലോട്ട് പോയതാണ്. ബാക്കിയെല്ലാം കത്തോലിക്ക സ്ഥാപനങ്ങളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ കത്തോലിക്ക മൂല്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വീട്ടിലെ അന്തരീക്ഷം, എൻ്റെ കാരണവന്മാർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. അവർ ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്നു. കുർബാന കാണുമ്പോഴേ എന്നെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതൊക്കെ ഈശോയോടുള്ള ഒരു വ്യക്തിപരമായ സ്നേഹത്തിലേക്ക് എന്നെ വലിച്ച് കൊണ്ടുവരികയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഈശോ തന്നെ അതിന് സാഹചര്യങ്ങൾ ഒരുക്കിയതാണ് എന്ന് കരുതുന്നു. അതുകൂടാതെ വീട്ടിൽ കുറേ പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുമായിരുന്നു. അമ്മ വരുത്തിയിരുന്ന സത്യദൈവം, അമ്മ മാസിക, അസീസി, കത്തോലിക്ക കുടുംബം തുടങ്ങിയ പ്രസിദ്ധീകരണം അതെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. കോൺവെൻറ്റിൽ ചേരണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ നല്ല മൂല്യങ്ങൾ അവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കോൺവെൻറ്റിൽ ചേരണമെന്ന് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ബി.എഡിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഏകാന്ത ധ്യാനമുണ്ടായിരുന്നു. ബി.എഡിന് പഠിച്ചത് എറണാകുളം സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിലാണ്. അത് CMC സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജാണ്. CMC സിസ്റ്റേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അവർ എല്ലാവിധ ആധ്യാത്മിക പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ഏകാന്ത ധ്യാനം വന്നു കഴിഞ്ഞപ്പം എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ധ്യാനത്തിൻ്റെ തലേദിവസം ഹോസ്റ്റൽ വാർഡൻ എങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പലരും ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ എത്തിയിരിക്കുകയാണ്, ഈ ധ്യാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, പ്രായപൂർത്തിയായ ഞങ്ങളോടാണല്ലോ ഈ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറയണത് എന്ന്. എങ്കിലും ധ്യാനത്തിൻ്റെ സമയം വന്നപ്പോൾ മറ്റാരോടും വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോയോട് തന്നെ സംസാരിച്ചേക്കാം എന്ന് ഞാൻ ഓർത്തു. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് അനുയോജ്യനായ ഒരു വരനെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിനക്ക് എന്നെ വേണ്ടേ, എനിക്ക് നിന്നെ വേണം എന്ന്. അങ്ങനെ ഒന്ന് കേട്ടതുപോലെ തോന്നി. അതൊക്കെ വെറും തോന്നലാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീണ്ടും സായാഹ്നത്തിൽ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ അൾത്താരയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ വേണം. എൻ്റെ കണ്ണ് നിറഞ്ഞു. കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അപ്പോൾ അന്ന് കരഞ്ഞു. രാത്രിയിൽ വന്ന് കിടന്നു, അപ്പോഴും കരഞ്ഞു. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴേക്കും കരഞ്ഞ് മുഖം ചുമന്നു, മൂക്കും ചുമന്ന് ഇരിക്കണ കണ്ടു. അപ്പോൾ അന്ന് അത് ധ്യാനം നോക്കിക്കൊണ്ടിരുന്ന സിസ്റ്റർ ചോദിച്ചു, ഗ്രേസിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ മാത്രം വാക്കുകളൊന്നും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിൻ്റെ കയ്യിൽ പോക്കറ്റിൽ കിടന്നിരുന്ന വിക്സ് പേപ്പർ എടുത്ത് തന്നു. അത് ഞാൻ മണത്തു, തിരിച്ചു കൊടുത്തു. പക്ഷേ അടുത്ത ദിവസവും ഈ നിർത്താത്ത കരച്ചിൽ ഒരു അനുഭവമായിട്ട് വന്നു. ശബ്ദം സിസ്റ്ററിന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ശബ്ദം മാറുന്നില്ല. അത് ചാപ്പലിൽ ചെന്നിരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായിട്ട് വരുന്നു, എനിക്ക് നിന്നെ വേണം എന്ന്. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ നിൻ്റേതായിത്തീരുന്നു എന്ന്. ഞാൻ യെസ് ലോർഡ് തന്നെ പറഞ്ഞു. ഇനി മുതൽ ഈശോയെ ഞാൻ എൻ്റെ മണവാളനായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന തീരുമാനവും എടുത്തു. ഗ്രേസിമോക്ക് ഇപ്പൊ വയസ്സ് എത്രയായിന്നാ വിചാരം? എന്താ ആന്റി ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? മോളിപ്പം നല്ലവണ്ണം പഠിച്ചു, നല്ല ജോലിയും കിട്ടി. ഇനി എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒരു തുണയൊക്കെ വേണ്ടേ? മാത്രല്ല വീട്ടിലെ മൂത്തയാളാ. മോളുടെ കല്യാണക്കാര്യം പറയാനേ അപ്പച്ചനും അമ്മച്ചിക്കും ഇപ്പൊ സമയമേ ഉള്ളൂ. കല്യാണക്കാര്യത്തിന് തിരക്ക് പിടിക്കരുതെന്ന് അപ്പനോടും അമ്മയോടും ആന്റി തന്നെ ഒന്ന് പറയണം. ശരി, തൽക്കാലം തിരക്ക് കൂട്ടണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ നീ എന്തിനാ ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? അതാണ് അവരുടെ സംശയം. ഇനി മോള് പറ, മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അതാ അവർക്കറിയേണ്ടത്. ഇല്ല ആന്റി, ഇന്ന് വരെ എന്റെ മനസ്സിൽ ആരും കയറി പറ്റിയിട്ടില്ല. സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ സൈഡിൽ നല്ലൊരു പ്രഷർ സിസ്റ്ററിനുണ്ടായിരുന്നു. സിസ്റ്ററിന്റെ കോൺവെന്റിൽ ചേരാനുള്ള ഈ ഒരു ആഗ്രഹം സിസ്റ്റർ വീട്ടിൽ അറിയിച്ചത് എങ്ങനെയായിരുന്നു? അപ്പോൾ വീട്ടുകാരൊന്നും അറിഞ്ഞില്ല ഞാൻ തീരുമാനം എടുത്തു എന്നുള്ള വിവരം.
അവർ പഠിക്കുന്നത് പഠിക്കട്ടെ എന്നേ അവർ ഓർത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കല്യാണാലോചനകൾക്ക് നോ പറയുകയും ചെയ്തു. പഠിത്തമൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു. B.Ed കഴിഞ്ഞ് പോരാൻ നേരത്തെ എൻ്റെ ടീച്ചർ ഇൻചാർജ് എന്നോട് ചോദിച്ചു, ഗ്രേസി എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ അധികം താമസിക്കരുത്, ജീവിതാന്തസ്സിനോട്ടുള്ള സ്വീകരിക്കാനായിട്ട് അധികം താമസിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കോൺവെൻറ്റിൽ ചേരാനാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. സിസ്റ്റർ ഒരു മിനിറ്റ് നിശബ്ദമായിട്ടിരുന്നു. സിസ്റ്ററിന് തന്നെ ഞെട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ അടുത്ത നിമിഷത്തിൽ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നീ തീരുമാനം എടുത്തു, അത് പോകാൻ നേരത്ത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് പോയാൽ മതി, അതിനു മുമ്പ് ആരോടും പറയണ്ട, പോകാൻ നേരത്ത് മാത്രം എല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങ് പോകുക. അതിന് സാധാരണ ഏതൊരു യുവതിയും നടക്കുന്നത് പോലെ അങ്ങ് നടന്നു, പോകാൻ നേരത്ത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപദേശത്തിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് മഠത്തിൽ പോകാൻ നേരത്ത് മാത്രം ഈ കാര്യം ബാക്കിയുള്ളവരോട് പറയുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീട്ടുകാർ, ഞാൻ നിർമ്മല കോളേജിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് നടന്നു. വീട്ടുകാർക്കും സന്തോഷം. വരുന്ന കല്യാണാലോചനകൾക്ക് ഞാൻ നോ പറയുന്നു. അവരതിനെ എതിർത്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പ്രതികരിക്കാൻ തുടങ്ങി. ചേച്ചി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് കോൺവെൻറ്റിലേക്ക് വരാൻ തീരുമാനമെടുത്തത്. ആ സമയത്ത് കല്യാണ കേസുകളും മറ്റു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അതുവരെ ഇതിനെപ്പറ്റി ഒരു ഹിൻഡില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഷോക്കായിട്ട് തോന്നി. അപ്പച്ചന് അന്നേരമൊന്നും മറുപടി പറഞ്ഞില്ല. അമ്മച്ചിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു ആ കാര്യത്തിൽ. അതുകൊണ്ട് വാചാലമായ ഒരു സംസാരം അപ്പച്ചൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ല. അമ്മച്ചി ഇങ്ങനെ എതിർപ്പ് പറഞ്ഞെങ്കിലും അപ്പച്ചൻ പറഞ്ഞ അവളുടെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് അമ്മച്ചി അനുകൂലിക്കരുത്. പക്ഷേ ആ പ്രദേശത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമായി. ഞങ്ങളുടെ സ്വന്തക്കാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും നാട്ടിലും ഒക്കെ പല രീതിയിലുള്ള സംസാര വിഷയങ്ങൾ വന്നു. ആ സംസാര വിഷയങ്ങൾ പല നെഗറ്റീവായിട്ടുള്ളതും വന്നു. അതൊന്നുമല്ല, യഥാർത്ഥത്തിൽ ചേച്ചിയുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു ഈ തീരുമാനം. അപ്പോൾ അതിന് അനുകൂലമായിട്ട് എനിക്ക് തോന്നിയത്, അമ്മയുടെ അനിയത്തിമാർ 2 പേര് സിസ്റ്റേഴ്സുണ്ട്, അപ്പച്ചൻ്റെ പെങ്ങളൊരു സിസ്റ്ററുണ്ട്. ഇവരുടെയൊക്കെ ഒരു ചെറുപ്പത്തിലുള്ള പ്രേരണയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിലേക്ക് തോന്നുന്ന കാരണം. അല്ലാതെ പ്രത്യേകിച്ചൊന്നും. എന്നാലും അത് ഞങ്ങൾക്കൊക്കെ ഒരു പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സഡനായിട്ടോ, കാരണം ഈ പ്രപ്പോസലുകളെല്ലാം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കല്യാണത്തിന് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രപ്പോസലുകൾ വരുന്നുണ്ടായിരുന്നു. സിസ്റ്ററെ B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സിസ്റ്ററിൻ്റെ കർത്താവുമായ ഒരു എൻകൗണ്ടർ സംഭവിക്കുന്നതും സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾ സിസ്റ്ററിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും. എന്തുകൊണ്ടായിരുന്നു B.Ed പഠനം കഴിഞ്ഞ ഉടനെ തന്നെ കോൺവെൻറ്റിൽ ചേരാതിരുന്നത്? B.Ed പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ജോലി കിട്ടണമെന്നുള്ളൊരു പ്രയോറിറ്റി എൻ്റെ ആഗ്രഹങ്ങളിലുണ്ടായിരുന്നു. പിന്നെ B.Ed കഴിഞ്ഞപ്പോഴും B.Ed പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. ഒത്തിരി എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കടമുണ്ടായിരുന്നു, അത് വീട്ടണമെന്നും ആഗ്രഹിച്ചു. അതല്ലെങ്കിൽ അപ്പച്ചൻ വീട്ടിൽ കൊള്ളുമായിരുന്നു, എങ്കിലും ഞാനത് വീട്ടണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ അപ്പച്ചനും അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു പ്രതിനിധിയായിട്ട് അവർക്ക് അല്പം പൈസ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. ആരും പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ. സിസ്റ്ററെ B.Ed കഴിഞ്ഞ ഉടനെ തന്നെ സിസ്റ്ററിന് ഒരു എയ്ഡഡ് കോളേജ് അധ്യാപികയായിട്ട് നിയമനം ലഭിക്കുന്നു. ശരിക്കും വിശ്വാസ ജീവിതത്തിൽ നിന്നും സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും വ്യതിചലിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും അവസരവും സിസ്റ്ററിന് മുമ്പിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അന്ന് സിസ്റ്ററിൻ്റെ വിശ്വാസ ജീവിതത്തെ സിസ്റ്റർ കാത്തു സൂക്ഷിച്ചത്? B.Ed കഴിഞ്ഞപ്പോഴും ഞാൻ ഒരു ഫേം ഡിസിഷൻ എടുത്തിരുന്നു. കോൺവെൻറ്റിൽ ചേരുന്നു, എൻ്റെ മണവാളനായി യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ ജീവിച്ചത്. പിന്നെ വിവാഹാലോചനകളൊക്കെ വന്നപ്പോൾ ഓരോ വിവാഹാലോചനയ്ക്ക് ശേഷവും അന്ന് വൈകുന്നേരം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ തീരുമാനത്തിന് ആക്കം വർദ്ധിക്കുകയായിരുന്നു. സിസ്റ്റർ ഒരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിന് വേണ്ടിയിട്ട് സിസ്റ്റർ 2 കൈവിട്ട കളികളാണ് കളിച്ചത്. ഒന്ന്, ഇൻകം ടാക്സ് ഓഫീസിലെ ആ ജോലി രാജിവെക്കുന്നു. ഒരു എയ്ഡഡ് കോളേജ് അധ്യാപികയായിരിക്കെ കോൺവെൻറ്റിൽ ചേരുന്നു. ശരിക്കും ഒരു വ്യക്തതയില്ലാതെ ആർക്കും ആ ഒരു സാഹചര്യത്തിൽ അത്തൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള ആ ഒരു കോള് സിസ്റ്റർ കൂടുതൽ വ്യക്തത വരുത്തിയതും ഉറപ്പുവരുത്തിയതും എങ്ങനെയായിരുന്നു? വ്യക്തത വരുത്തിയതും ഉറപ്പ് വരുത്തിയതും ഒരുപക്ഷെ ദൈവം തന്നെയായിരുന്നു എന്നെനിക്ക് തോന്നി.
അതുപോലുള്ള അനുഭവങ്ങൾ വന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, പിന്നെ എന്നും പ്രാർത്ഥനയിൽ ഈ കാര്യം ആരും അറിയാതെ യേശുതൃക്കരങ്ങളിൽ ഞാൻ അർപ്പിച്ചിരുന്നു. ഈ ലോകത്തിൽ വേറെ ആരും അറിയുന്നില്ലായിരുന്നു എനിക്ക് തോന്നി എൻ്റെ പ്രാർത്ഥനയും എൻ്റെ മനോവികാരങ്ങളും ഒക്കെ. അപ്പോൾ കൂടുതൽ ബലം കിട്ടുമായിരുന്നു. ആരെന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്, അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന് തന്നെ മനസ്സിൽ ഉറച്ചിരുന്നു. സിസ്റ്റർ, കോൺവെൻറ്റ് ചേരുന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഉറപ്പ് വരുത്തുന്ന ഒരു അനുഭവം സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായില്ലേ? ഉണ്ടായി. കോൺവെൻറ്റിൽ ചേർന്ന ആദ്യത്തെ ദിവസം രാത്രിയിൽ കിടന്നപ്പോൾ ഒരു സംശയം, ഈശോ എന്നെ വിളിച്ചതാണോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ ദൈവമേ, ഞാൻ എന്തെല്ലാം തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് പോകുന്നത്. എത്രയോ പേരോട് ഞാൻ മറുപടി പറയേണ്ടി വന്നു. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരുമായി ഒട്ടേറെ പേരുടെ 100,000 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വന്നു. എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇപ്പോഴെന്നെ ഈ സംശയം തോന്നണത്, എനിക്ക് ഈശോ എന്നെ വിളിച്ചതല്ലേ, എന്തുകൊണ്ട് എനിക്ക് ഈ സംശയം തോന്നുന്നു? ഇനി നാളെ ഞാൻ പെട്ടിയെടുത്തുകൊണ്ട് പോകേണ്ടി വരുമോ എന്ന് തന്നെ ഞാൻ ഓർത്തു. അങ്ങനെ എങ്ങാനും പോകേണ്ടി വന്നാൽ അത് വേറൊരു അനുഭവമായിരിക്കും. അതൊക്കെ ഒരു വളരെ ഒത്തിരി ഉറക്കം കെടുത്തുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് അന്ന് കടന്നു വന്നു. എങ്ങനെയായാലും അന്ന് കുർബാനയ്ക്ക് പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് അണഞ്ഞപ്പോൾ ഒരു ബൈബിൾ വചനം വൈദികൻ വായിച്ചത് എൻ്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞുകൊണ്ടു. അത് മറ്റൊന്നും ആയിരുന്നില്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യം, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, മറിച്ച് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന്. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണെങ്കിലും അത് യേശു അംഗീകരിച്ചു. അതേ രീതിയിൽ എന്നെ സ്വീകരിക്കാൻ അവിടുന്ന് തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ദൃഢമായി കിട്ടി. പിന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ. സിസ്റ്റർ നേരത്തെ ഷെയർ ചെയ്തതുപോലെ വളരെ കാലങ്ങളായിട്ട് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ സിസ്റ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു സിസ്റ്റർ അത് മറ്റുള്ളവരോട് പങ്കുവെച്ചത്. അപ്പോൾ അന്നേരം കോളേജിലെ സിസ്റ്ററിൻ്റെ സുഹൃത്തുക്കളുടെയും കൂടെ വർക്ക് ചെയ്തവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കോളേജിലെ സുഹൃത്തുക്കൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം അല്പനേരം മിണ്ടാതിരിക്കും. എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. അതെന്താ ഗ്രേസി ഇപ്പോഴിങ്ങനെ എന്നൊക്കെ ചോദിക്കും. പിന്നെ കുട്ടികളാണെങ്കിൽ ഇത് അറിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആൺകുട്ടികൾ എന്നെ കമൻ്റ് അടിക്കുമായിരുന്നു, പെൺകുട്ടികൾ അടക്കം പറയുമായിരുന്നു. പിന്നെ കുറച്ച് പേര് വീട്ടിൽ ചെന്ന് ഷെയർ ചെയ്തിട്ട് ആ വാർത്തകൾ എൻ്റെ ചെവിയിലോട്ട് വീണ്ടും എത്തുമായിരുന്നു. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മ അറിഞ്ഞോ, ഞങ്ങളുടെ കോളേജിലെ സുന്ദരി മിസ് മടത്തി ചേരാൻ പോവാ. കോളേജിൽ സ്ഥിരം ജോലി കിട്ടിയിട്ട് മടത്തി ചേരാൻ പോന്നാ? അതെന്ത് പറ്റി? ഇപ്പൊ കോളേജിലല്ല, അതാ ചർച്ച. പണ്ട് ഞാനൊന്ന് മടത്തി ചേരാൻ ഇറങ്ങിയതാടി. പിന്നെ അമ്മ അങ്ങ് ചെന്നേച്ചാലും മതി. എന്നാലും എന്തായിരിക്കും ടീച്ചർ ഇപ്പൊ മടത്തി പോകാൻ കാരണം? നിന്റെ കുരുട്ടുബുദ്ധി വെച്ച് ഒത്തിരി ഒന്നും ആലോചിച്ചു കൂട്ടണ്ട. ഇത്രയും നല്ല അവസ്ഥയിലെത്തിയിട്ടും മടത്തി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് ശരിക്കും ദൈവം തന്നെയാണ്. സിസ്റ്റർ വളരെ വൈകിയാണ് കോൺവെൻറ്റിൽ ചേർന്നത്. സിസ്റ്ററിൻ്റെ കൂടെ കോൺവെൻറ്റിൽ ചേർന്നവരുമായിട്ട് നല്ലൊരു ഏജ് ഗ്യാപ്പ് സിസ്റ്ററിനുണ്ടായിരുന്നു. ആ ഒരു വെല്ലുവിളി, ആ ഒരു ചലഞ്ച് സിസ്റ്റർ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ സാധിച്ചത് എങ്ങനെയായിരുന്നു? ഞാൻ കോൺവെൻറ്റിൽ ചേരുമ്പോൾ എനിക്ക് 27 വയസ്സ് കഴിഞ്ഞിരുന്നു. അവിടെ ചെല്ലുമ്പോൾ 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി 15, 25 തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ശാരീരിക വലിപ്പത്തിൻ്റെ പേരിൽ വ്യത്യാസമില്ലെങ്കിലും മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി. പിന്നെ ഈ 15-നും 27-നും ഇടയ്ക്കുള്ള എല്ലാ പ്രായക്കാരും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. 23 പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വ്യത്യസ്തതകൾ കാണാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒന്ന് പ്രതികരിക്കാനൊന്നും ഞാൻ ഒരുങ്ങിയില്ല. ദൈവം എനിക്ക് സംയമനം തന്നിരുന്നു. മറ്റൊരു രസപ്രദമായ കാര്യം ഇതാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ചിരുന്ന 2 പെൺകുട്ടികൾ എൻ്റെ കൂടെ ഇതാ വന്നിരിക്കുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിപ്പിച്ച 2 പെൺകുട്ടികൾ. അപ്പോൾ ഞങ്ങൾ 3 പേരും പരസ്പരം അറിഞ്ഞിരുന്നില്ല ഈ സംഭവം. വന്നു കഴിഞ്ഞപ്പോൾ 3 പേർക്കും അത്ഭുതമായി. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു സംഭവം നടന്നു. അന്ന് ഒരു കാര്യം തിരിഞ്ഞു. ഇപ്പോൾ
എന്താ കയ്യിൽ ചോക്കും, ഒരു കയ്യിൽ ചോക്കും മറു കയ്യിൽ ഡസ്റ്ററും പിടിച്ച് പ്ലാറ്റ്ഫോമിൽ ബ്ലാക്ക് ബോർഡിന് അരികെ നിന്ന് മുമ്പിലുള്ള കുട്ടികളോട്, കാതോർത്തിരിക്കുന്ന കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ ഉള്ള ആ അന്തരീക്ഷമല്ല കന്യകാലയത്തിലെ അകത്തളത്തിനുള്ളിലെന്ന് എനിക്ക് തിരിഞ്ഞായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു ജോലി കിട്ടി. എന്താണെന്ന് വെച്ചാൽ റൂം വൃത്തിയാക്കുക. അപ്പോൾ കുത്തിയടിക്കാനായിട്ട് ചൂലും ഒക്കെ ആയിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചു, ഗ്രേസി മിസ്സേ എന്ന് വിളിച്ചു. അപ്പോൾ ഗ്രേസി മിസ്സേ എന്ന് വിളിച്ചപ്പോൾ അത് മിസ്ട്രസിൻ്റെ ചെവിയിലെത്തി. മിസ്ട്രസ് പെട്ടെന്ന് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, എന്താ വിളിച്ചത്? അങ്ങനെയുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട, ഇവിടെ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഈ കുട്ടികൾ എന്നെ ഗ്രേസി എന്ന് വിളിച്ചപ്പോൾ അവർക്ക് വിഷമമുണ്ടായിരുന്നു. ഈ വിളി കേട്ടപ്പോൾ അതിൽ അല്പം സ്വാഭാവികതക്കുറവും എനിക്ക് തോന്നി. എന്നിരുന്നാൽ തന്നെയും ഒരുപോലെ വളരുവാൻ ദൈവം ഒരുക്കിയ ഒരു സാഹചര്യം, എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ദൈവം ഒരുക്കിയ ഒരു സാഹചര്യം, അതുപോലെ യേശുവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ബാലപാഠങ്ങൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. സിസ്റ്ററെ, വളരെ വർഷങ്ങളായിട്ട് സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലൂടെ കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പോഴും യേശുവായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം സിസ്റ്റർ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? വ്യക്തിപരമായ ബന്ധം ചെറുപ്പത്തിലേ തുടങ്ങി ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മച്ചിയൊക്കെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണെങ്കിൽ അമ്മച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ത്രോണോസിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ സ്വർണ്ണ കളറുള്ള തിരിക്കാലുകളൊക്കെ ഇരിക്കണ കണ്ടു. എങ്കിലും കുറേ നേരം അങ്ങോട്ട് നോക്കിയിരുന്നു. പിന്നെ അമ്മച്ചി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളൊക്കെ അന്ന് ചൊല്ലി. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ സ്കൂളിലാണെങ്കിലും അധ്യാപകർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവരുടെ ഉപദേശങ്ങൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കോളേജിലോട്ട് വന്നപ്പോഴും അവിടെ കുട്ടികളുമൊത്ത് കളിച്ച് ചിരിച്ച് നടക്കും. എങ്കിലും പ്രാർത്ഥനയിൽ ഈശോയോട് ഒരു വ്യക്തിപരമായ ബന്ധം അവിടെയും ഉണ്ടായിരുന്നു. കോൺവെൻറ്റിൽ ചേരണമെന്നുള്ള ആഗ്രഹം മനസ്സിലൊതുക്കി നടന്നിരുന്ന ആ നാളുകളിൽ ഈശോയോട് മാത്രമേ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ഇപ്പോൾ കോൺവെൻറ്റിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഭക്താഭ്യാസങ്ങൾ അനുദിന ധ്യാനമുണ്ട്, ആരാധനയുണ്ട്, ജപമാലയുണ്ട്, കാനന നമസ്കാരമുണ്ട്. അതൊക്കെ കൂടാതെ പേഴ്സണൽ പ്രെയറിനും സമയം കണ്ടെത്തുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെ അധ്യാപിക എന്ന നിലയിലാണ് സിസ്റ്ററിനെ ആദ്യമായി ഞാൻ കണ്ടതും പരിചയപ്പെട്ടതും. അതിനുശേഷം 1998 ഒരു അധ്യാപികയായി ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ മുതൽ സിസ്റ്ററിനോടൊപ്പം ഒരുമിച്ച് സേവനം ചെയ്തു. വളരെ നല്ലൊരു സഹപ്രവർത്തക, വളരെ ഒരു അമ്മയുടെ വിലയാണ് ഞാൻ സിസ്റ്ററിന് നൽകിയിരുന്നത്. NSS സ്റ്റാഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ സിസ്റ്റർ കോളേജിന് ചെയ്ത ഒത്തിരി നന്മകൾ ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് കുട്ടികളെ പേര് ചൊല്ലി വിളിക്കുന്ന, തൻ്റെ മക്കളെപ്പോലെ കരുതുന്ന ഒരു സിസ്റ്റർ, കുട്ടികൾക്ക് വേണ്ട ശിക്ഷണവും വാത്സല്യവും ഒപ്പം പരിചരണവും നൽകുന്ന ഒരു സിസ്റ്റർ. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള സിസ്റ്റർ ഗ്രേസി. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് സഹപ്രവർത്തകരോടും വളരെ സ്നേഹവും ആത്മാർത്ഥതയും വീട്ടിലെ വിശേഷങ്ങളും മക്കളുടെ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു സിസ്റ്റർ. പ്രാർത്ഥനയും സഹായവും കൊണ്ട് എപ്പോഴും ഓടി നടക്കുന്ന, കോളേജിൽ ആർക്കു വേണമെങ്കിലും ഓടി എത്താവുന്ന ഒരു സിസ്റ്റർ. സിസ്റ്ററെ, ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ ഉപരിപഠനം നടത്താൻ വിദേശത്ത് സിസ്റ്ററിന് ഒരു അവസരം ലഭിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഇവിടുന്ന് ന്യൂമാൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂളിൽ പ്രിൻസിപ്പലായി വർക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു വർഷം കഴിയുന്നതിന് മുൻപ് അന്നത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഗ്രേസ് മേരി എന്നോട് പറഞ്ഞു, ഗ്രേസിയെ അമേരിക്കയ്ക്ക് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പഠിക്കാൻ പോകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു വേള എനിക്കൊരു അത്ഭുതം തോന്നി. 55 കഴിഞ്ഞ എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത്. എങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അമേരിക്കയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആ ക്ലാസ്സിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഞാനായിരുന്നു. അവിടെ സായിപ്പന്മാരും മദാമ്മമാരും നാട്ടിൽ നിന്നുള്ള 1-2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അവിടുത്തെ പഠന സാഹചര്യങ്ങളാണെങ്കിലും നാട്ടിലേൽ നിന്ന് വ്യത്യാസപ്പെട്ടാണ് ഇരുന്നത്. കമ്പ്യൂട്ടറിൽ എല്ലാ അസൈൻമെൻറ്റും ചെയ്ത് അയക്കുക. കമ്പ്യൂട്ടർ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടില്ലായിരുന്നു.
എന്നാലും അതെല്ലാം വേഗം വേഗം പിക്കപ്പ് ചെയ്ത് ആ അസൈൻമെൻറ്റൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അവസാനം അവിടുന്ന് ഫ്രാൻസിസ്കൻ സ്റ്റഡീസിൽ MA ബിരുദം എടുത്തുകൊണ്ട് വന്നു. MA ബിരുദം എടുക്കാനായിട്ട് സഭാധികാരികളെ പ്രേരിപ്പിച്ചത് ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കോൺവെൻറ്റിൽ ചേരുന്ന കുട്ടികളെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുക, അതുപോലെ സിസ്റ്റേഴ്സിനെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന്. ഇവിടെ വന്നതിന് ശേഷം അതിന് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഫോർമേഷൻ ഹൗസിൽ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാനായിട്ട് കോതമംഗലം പ്രൊവിൻസിലും മറ്റ് പ്രൊവിൻസുകളിലും ഞാൻ പോകാറുണ്ട്. സിസ്റ്റേഴ്സിനെ അവസരം കിട്ടുമ്പോഴും ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട്. സിസ്റ്റർ, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജോലിയുടെ ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ സിസ്റ്ററിന് സാധിച്ചു. പിന്നീട് ഒരു എയ്ഡഡ് കോളേജ് അധ്യാപികയായിട്ട് സിസ്റ്റർ ജോലി ചെയ്യുന്നു. ഇപ്പോൾ സന്യാസ ജീവിതത്തിലൂടെ കർത്താവിന് വേണ്ടി സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുമ്പോൾ സിസ്റ്റർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി അതൊന്ന് ഷെയർ ചെയ്യാമോ? സന്യാസ ജീവിതത്തിൽ ഇന്നെനിക്ക് പരിപൂർണ്ണ സന്തോഷവും സംതൃപ്തിയുമാണ് ഉള്ളത്. കാരണം ഞാനറിയാത്ത വഴികളിലൂടെ ഈശോ എന്നെ നയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഒത്തിരിയേറെ കിട്ടിയിട്ടുള്ളതായിട്ടും തോന്നുന്നു. ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ക്യാൻസർ രോഗം വന്നു. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. 2 മാസ്റ്റക്ടമി കഴിഞ്ഞു. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ നടന്നു. എങ്കിലും ആ സമയത്ത് ജീവിതത്തിന് വളരെയേറെ വ്യത്യാസമുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കി. അതെല്ലാം ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോ കൂടെയുള്ളപ്പോൾ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഇന്ന് ശരിക്കും എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ആത്മാവ് സ്നേഹിച്ചവനെ ഞാൻ കണ്ടെത്തി എന്ന്. സിസ്റ്റർ, സന്യാസ ജീവിതത്തെക്കുറിച്ച് വളരെയധികം അപവാദങ്ങളും അപഖ്യാതികളും പറഞ്ഞു വരുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സിസ്റ്ററിൻ്റെ ജീവിത മാതൃക വളരെ ഒരു പ്രചോദനം തന്നെയാണ്. സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലൂടെ ഇനിയും കൂടുതൽ നന്മകൾ സഭയ്ക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു വെരി മച്ച്.